ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ 2 days vlog. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നുള്ളത് പാലക്കാട് DJ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഏറ്റവും വിശാലമായി ഒരുക്കിയ ഗുണാക്കിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വൺ സെറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പോൾ അത് എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കൊടൈക്കനാൽ പോയി കാണുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മൾ ഈ പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസിൽ നമുക്ക് ഒരുക്കി തന്നെ ഈ ഒരു ഗുണാക്കിയത്. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ താങ്ക്സ് പറയുന്നത് DJ അമ്യൂസ്മെൻറ്റ് പാർക്കിനോട് കൂടി തന്നെയാണ്. കാരണം ഇത്രത്തോളം ഡീറ്റെയിലിംഗ് ആയിട്ട് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത് അവരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കാണണമെന്നുണ്ടെങ്കിൽ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ എന്ത് ചെയ്യണം, നേരെ പാലക്കാട് വന്ന് കാണണം. അപ്പോൾ ബാക്കി ഡീറ്റെയിലിംഗ് വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. മൊത്തത്തിൽ ഒന്ന് പോയിട്ടില്ല അല്ലേ? ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിച്ച് വരണം. മേലെ ചിലന്തി, വവ്വാല്, അങ്ങനെ ഗുണാക്കിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ട്. സൂക്ഷിച്ച് വന്നാൽ ദുഃഖിക്കണ്ടട്ടാ. അപ്പം നമ്മൾ ശരിക്കുള്ള ഗുണാക്കിയതിൻ്റെ പേരെന്താണെന്നറിയോ? ഇറ്റ്സ് ഡെവിൾസ് കിച്ചൺ എന്നാണ് ശരിക്കുള്ള പേര്. അപ്പോൾ മേലെ കംപ്ലീറ്റ് വലിയ ചിലന്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ഗുണാക്കിയുള്ള പേര്. അപ്പോൾ ഗുണാക്കിയതിൻ്റെ കറക്റ്റ് എൻട്രി ചെയ്താണ് നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകുന്നത്. ശരിക്കും കൊടൈക്കനാലുള്ള ഗുണാക്കിയതിനകത്ത് പോയിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുമോ? ശരിക്കും ഇന്ന് കൂടുതൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗുണാക്കിയതിനകത്ത് കാണാൻ വരുന്നത് ഈ ഫുള്ള് ഇട്ടിരിക്കുന്ന സെറ്റ് ഉണ്ടല്ലോ, അത് കൂടുതലും തൊട്ട് ചളിയാക്കി ഡാമേജ് വരുത്താണ്ട് നിങ്ങൾ നോക്കണം. കാരണം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നവർ. അപ്പം അത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും കൂടിയാണ്. ശരിക്കും തണുപ്പുണ്ടല്ലേ? ശരിക്കും ഒരു ഈ നമ്മളൊരു എന്താ പറയുക, കൊടൈക്കനാൽ ഗുഹയ്ക്കകത്ത് പോയാൽ എനിക്ക് എങ്ങനെ ഉണ്ടാവും ഫീല്, അതേപോലെ തന്നെ എനിക്കും ഇപ്പോൾ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. മേലേക്കാണ് ഫുള്ള് വവ്വാല്, ലൈറ്റ് ഒക്കെ ശരിക്കും ഇല്ല, എന്നാ റിയലിസ്റ്റിക് ആയി തോന്നില്ല. ശരിക്കും വവ്വാല് ചത്തുറക്കണ ജീവനോട് അറിയില്ല. അതെ, ചത്തുണ്ടാവില്ല. ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നു ശരിക്കും? എനിക്കിത് കാണുമ്പോൾ നമ്മൾ ശരിക്കും പാലക്കാട് ടൗൺ വിട്ട് വേറെ ഏതോ ലോകത്ത് വന്ന് പെട്ട പോലെ. ശരിക്കും കൊടൈക്കനാലത്തെ ഗുഹയ്ക്കകത്ത് വന്ന പോലെ ഒരു ഫീൽ ഇല്ലേ? അതെ അതെ, ഞാൻ അതിനുള്ളിൽ പോയില്ല. നമുക്ക് അതിനുള്ളിൽ പോകാൻ പറ്റില്ല. ചെറുപ്പത്തിലാണെങ്കിലും ഗുണ കേവിനുള്ളിൽ കേട്ടില്ല. അതെ, പക്ഷെ ഇവിടെ നമുക്ക് കയറാം. തണുപ്പ് നമുക്ക് ഫീൽ ഐ ലവ് മൈ ഇന്ത്യ. നിറയെ പേരുകൾ, ഫുൾ ലൈറ്റ് കാര്യങ്ങൾ, ആംബിയൻസ് ഒക്കെ ഉണ്ടല്ലോ. വൻ പൊളിയാണ്, പൊളി. നോക്കൂ നോക്കൂ, ശാലിനി സുഭാഷ്, അഭിലാഷ്, മമത, ഫുൾ ഗായ്സ് ഇവിടെ കൂടുതൽ ലവേഴ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത് തോന്നുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ട് നിങ്ങളും ഈ ഗുഹയ്ക്കകത്ത് പേര് എഴുതാൻ പാടില്ല ഗായ്സ്, കേട് വന്നു പോവും. ഇത് നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ചോക്ക് ഇങ്ങോട്ടൊക്കെ വന്ന് നാളെ വന്നിട്ട് എൻ്റെ പേര് എഴുതണം വേണ്ട, പേര് എഴുതാൻ പാടില്ലട്ടാ. കുറെ അസ്ഥി കൂടെ ഉണ്ടോ? അതെ, കുറേ പേരുണ്ട് കേട്ടോ, ഒരുപാട് പേര്. നമുക്ക് ഏത് ധൈര്യത്തിലും നമ്മുടെ കുട്ടേട്ട നമ്മുടെ കൂടെ ഉണ്ട്. അതിന് തെളിവാണ് ഈ ഇത്. നോക്കൂ, എന്താണിത് പറയൂ, നിങ്ങൾ പറയൂ, എന്താണ് ബാക്കി? ഞാൻ പറയില്ല, എനിക്കത് അറിയാം. അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം ഗായ്സ്, എന്താണെന്ന് കമന്റ് ചെയ്യണം. ഏതൊരു ഗുഹയ്ക്കകത്തും കാണാൻ പോകുന്നതാ നവരത്നങ്ങൾ. അതന്നെ, ഇത് നമുക്ക് വിലമതിക്കാൻ പറ്റാത്തത്രയും പ്രഷ്യസ് ആയിട്ടുള്ള എന്താണ് നവരത്നങ്ങൾ, കല്ലുകളൊക്കെയാണിത്. അത് വേണമെങ്കിൽ എവിടെ വരണം? നമ്മുടെ പാലക്കാട് ഗുണ കേവിനകത്ത് വരണം. അതെ, കുറച്ച് ജീവനോടെ പുറത്തു പോകുന്നറിയില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് വില കൂടിയ മതിപ്പ് കൂടിയ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ചില ഇഴജന്തുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. എമർജൻസി എക്സിറ്റ് ഉണ്ടോ ബാക്കിൽ? അതുവഴി പുറത്തു പോവാ. ഗുണ കേവിനകത്ത് മരണപ്പെട്ട ഒരുപാട് അസ്ഥികുണ്ടങ്ങൾ ഇതൊക്കെ കിടക്കണം അല്ലേ? സെറ്റ് പൊളിയാണ് ഗായ്സ്. സെറ്റ് സെറ്റൊക്കെ പൊളിയാണ്. പക്ഷെ ഗായ്സ്, നിങ്ങൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ വേര്, ഈ മല, അത് ഇത് ഒക്കെ റിയലിസ്റ്റിക് ആണ്. തൊട്ട് പോയാനെ എന്റെ ജീവൻ. ശരിക്കും ഞാൻ പേടിച്ചോട്ടാ. നിനക്ക് ബോധമില്ല. നോക്കി വാ. പുലി ഉറങ്ങാണ് തോന്നുന്നു, നോക്കണ്ട, അങ്ങനെ വാ. അല്ലെ, പുലി കണ്ണു കാണില്ല. പുലി കണ്ണു വെച്ചിട്ടാ തോന്നി. Oh my god.
നോ സ്മോക്കിംഗ്. ശരിക്കും ഭയങ്കര റിയലിസ്റ്റിക് അല്ലേ? നോക്കൂ നമ്മുടെ കമൽഹാസൻ. കിളികൾ പറയണ്ട താഴെ. കൺമണി അൻപോട് കാതലൻ എഴുതും കടിതമേ. ബാക്കി പാട്ട് നിങ്ങൾ കമന്റ്സിൽ പാടുക ഗൈസ്. അതെ. ആന 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 പൊളിച്ചു. പുറത്തേക്ക് എക്സിറ്റ്, എമർജൻസി എക്സിറ്റ്. ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെവിൾസ് കിച്ചന്റെ ഫുൾ ഹിസ്റ്ററി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യയെ മൊത്തം നിങ്ങൾ സമാധാനത്തിൽ വാങ്ങിക്കും. അപ്പോൾ നമ്മുടെ ഗുണ കേവിലേക്ക് രക്ഷാപ്രവർത്തനം നടത്തിയ യഥാർത്ഥ നായകന്മാർ, ദ റിയൽ ഹീറോസും പിന്നെ നമ്മുടെ ഗുണ കേവുമാണ് താഴെ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഗൈസ്, നമ്മൾ ഒരു സാധനം വിട്ടു. എന്താണെന്നറിയോ? ദ മെയിൻ കുഴി, ദ ഗുഹയിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. അതായത് നമ്മുടെ മഞ്ഞുമേൽ ബോയ് സിനിമയിൽ കണ്ട അതേ കുട്ടേട്ടൻ നമ്മുടെ സുഭാഷിനെ രക്ഷിച്ച അതേ സ്ഥലം. നോക്കൂ ഗൈസ്, കുട്ടേട്ടൻ. ഇതുമാതിരി വന്ന് നിങ്ങളും വിളിച്ച് ട്രൈ ചെയ്യണം ഗൈസ്. ഈ റോപ്പ് ഉപയോഗിച്ചാണ് ആ ക്ലൈമാക്സിൽ ആ ഒരു രംഗം ആ ഒരു സിനിമ കണ്ട ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും ഈ ഒരു റോപ്പിന്റെ വില എത്രമാത്രം മൂല്യമുള്ളതാണെന്ന്. അതായത് നമ്മുടെ കുട്ടേട്ടൻ സുഭാഷിനെ കയറ്റിട്ട് വന്ന ആ ഒരു സീൻ ഉണ്ടാണ് കാര്യം, ആ ഒരു സീക്വൻസ്. അടുത്ത പ്ലേസിലേക്ക് നമുക്ക് പോകാം ഗൈസ്. ഗുണ കേവ് എന്ന് പുറത്ത് ഇറങ്ങിയ ഉടനെ നിങ്ങൾക്ക് ആദ്യം കയറുന്ന എൻട്രി ശരിക്കും സ്നോ വേൾഡിലേക്കാണ്. സ്നോ വേൾഡ് ശരിക്കും ഒരു രക്ഷയില്ല. അമ്മാതിരി കിഡു ആംബിയൻസ് ആണ് ശരിക്കും നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ലൈറ്റ് കാര്യങ്ങളും അതും ഇതും. ദ എൻട്രി ടു ദ സ്നോ വേൾഡ് എന്ന് തന്നെയാണ് ശരിക്കും. ഇതിനകത്ത് കയറിയ ഉടനെ നിങ്ങൾക്ക് കാണാം. അതായത് സ്നോ വേൾഡിനകത്ത് എന്തൊക്കെ ഉണ്ടാവുമോ, വൈറ്റ് ബിയർ, വൈറ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ശരിക്കും കാണാൻ വേണ്ടി സാധിക്കും. അത്രമാത്രം കിഡു ആംബിയൻസിലാണ് ഇവിടെ നമുക്ക് സെറ്റ് ഇട്ട് തന്നിരിക്കുന്നത്. എത്രമാത്രം വൈബ് ഫീലിംഗ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയും. അത്രമാത്രം എന്താ പറയുക, ഇനിയിപ്പോൾ AC ഒന്നും കിട്ടില്ല. ഇനി AC ഒരു ഇത് കിട്ടുമ്പോൾ ശരിക്കും നിങ്ങൾ സ്നോ വേൾഡിനകത്ത് നിങ്ങൾ എങ്ങനെ എൻട്രി ചെയ്യുന്നുണ്ടോ അതേ ഒരു ഫീൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്കിനി പോളാർ വേൾഡിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, ഏതൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണ്ടിട്ട് വരാം. മേലെ നോക്ക്, മഞ്ഞ് ആടോ ശരിക്കും ഇല്ലേ. നമുക്ക് ഒരു വൈറ്റ് ആംബിയൻസ് തന്നെ കാണാൻ കിഡിലായിട്ടില്ല. നമുക്ക് ശരിക്കും ഇതൊരു ഫോട്ടോ സെക്ഷൻ ഏരിയ എന്ന് വേണമെങ്കിൽ ശരിക്കും നമുക്ക് വിസ്മയിപ്പിക്കാം. അത്രമാത്രം നിന്ന് ഫോട്ടോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും ഓരോ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടെ. കുതിര, കങ്കാരു, ഇതിനെന്താ പറയാ? ഇത് മറ്റേ ഡോഗടാ. എന്താണ് ഈ ബുൾജെറ്റിന്റെ പേരൊക്കെ നമ്മൾ അടുത്തതായിട്ട് എൻട്രി ചെയ്തിരിക്കുന്നത് മിറാക്കിൾ ഗാർഡൻ എന്ന് പറഞ്ഞാൽ വലിയ കൂടി സെറ്റിലേക്കാണ്. കാരണം നിങ്ങൾക്ക് വന്ന് കാണുമ്പോൾ തന്നെ അറിയാം, ഏകദേശം മൊത്തം ഫ്ലവേഴ്സ് ഗാർഡൻ സെറ്റ് അടിപൊളി വിശാലമായ നമ്മുടെ ശങ്കർ സിനിമയിലൊക്കെ വരുന്ന ഒരു പാട്ട് സോങ് അവർ സെറ്റ് ഇടുമല്ലോ, അതുപോലെ അടുത്ത് ഇതിനകത്ത് കയറിയാണ് ശരിക്കും പറഞ്ഞ ഫോട്ടോഷൂട്ട് സെക്ഷൻ കൊണ്ട് സെറ്റ് ഇട്ടില്ലേ, അതുപോലെ അതിവിശാലമായിട്ട് വേറെ കണ്ടിട്ട് ഫുൾ അമ്പള്ള സെറ്റ്, അത് ഇത് ഫുൾ ലോ ആംഗിൾ. ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് എനിക്കറിയാം, എനിക്കൊരു ഇഷ്ടപ്പെട്ട സംഭവമാണ്. പക്ഷെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ എന്നാ ഈ വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യുന്നവർക്ക് SK വ്ലോഗ്സിന് ഒരു സമ്മാനമുണ്ട്. ഉറപ്പായിട്ടുണ്ടാവും ചെയ്ത് ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു പിടുത്തം കിട്ടാത്ത രീതിയിലുള്ള സംഭവം ഇതൊക്കെ വർക്ക് ആക്കൂട്ടെ, വയർ കൊടുത്തിട്ട് വർക്ക് ചെയ്യും. ഇതിനി ലൈറ്റൊക്കെ ഇട്ട് ഓണാക്കി വന്ന് സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടില്ല ഫോട്ടോഷൂട്ട് സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. എൻട്രി നോക്കി നമ്മുടെ ഈ സിനിമയിലെ വിക്രം അവരൊക്കെ സെറ്റ് ഉണ്ട്. ഏതാ പാട്ട്? പൊളി. പിന്നെ ഇത് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം DJ അമ്യൂസ്മെന്റ് ഫെസ്റ്റ് ആണ്. അവർ നമുക്ക് വേണ്ടി എത്രത്തോളം സെറ്റ് പാലക്കാട് ഇട്ട് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ ചാനൽ വീഡിയോസ് ഒക്കെ കിടക്കുന്നുണ്ട്. ടൈറ്റാനിക്, ഡിസ്നിലാൻഡ് ആൻഡ് ലണ്ടൻ ബ്രിഡ്ജ് കാണാലോ. ഇതാണ് നമ്മുടെ പാലക്കാട് ഒരുക്കുന്ന DJ അമ്യൂസ്മെന്റിന്റെ
വിശാലമായ ഫെസ്റ്റും അതിൻ്റെ സെറ്റും കാര്യങ്ങളും ഒരുപാട് വിശാലമായി പറയാൻ വാക്കുകൾ വരില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു മിറാക്കിൾ ഗാർഡൻ കണ്ടിട്ട് എനിക്ക് വിഷ്ണുട്ടാ എന്ത് തോന്നി? നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് കണ്ടിട്ട് ആംബിയൻസ് വൈബൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ബിയോണ്ട് ദ വേർഡ്സ്. പറയും വിഷ്ണുട്ടെ. സംഭവം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനുള്ളിൽ കയറുമ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അവർ നല്ല രീതിയിൽ തന്നെ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഫോട്ടോഷൂട്ട് പറ്റിയ ഇഷ്ടംപോലെ ഫോട്ടോ എടുത്തോളൂ. അതിന് പറ്റിയ പോലെ പല ഫ്രെയിംസ് ഇവർ കൊടുത്തിട്ടുണ്ട്. കിടിലം പരിപാടിയാണ്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഏതാണ് സ്നോ വേൾഡ് അടിപൊളിയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇവിടെ വരുന്നവർക്ക് എനിക്ക് തോന്നുന്നു 120 അല്ലേ പറഞ്ഞു? അതെ, 120 rupees. ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ഫോർ ദിസ് എൻറ്റയർ ഷോ. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് എന്നാണ് നിങ്ങൾ എടുത്തോളി. നമ്മൾ ഈ കുട്ടികളെയൊക്കെ കൂടുതൽ വിളിച്ചിട്ട് വരുന്ന സമയത്ത് അവർ ഈ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ഡാമേജ് ഉണ്ടാക്കാനുള്ള ഉണ്ട്, അതിനതായ കാര്യങ്ങൾ. പക്ഷെ അവർക്ക് എന്താ സംഭവം ഏതാ സംഭവം എന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ കുട്ടികളെ വിളിച്ചിട്ട് വരുന്ന സമയത്ത് കൂടുതലും ശ്രദ്ധിച്ച് നോക്കിയിട്ട് അവർ ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയുന്ന രീതിയിൽ വേണം നിങ്ങളത് കൊണ്ടുവരാനായിട്ട്. കാരണം കുട്ടികളൊക്കെ അതിനെ ഡാമേജ് ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ലൈറ്റ്സ് ഓണായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫുൾ ലൈറ്റ് ഓൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ 120 രൂപ കൊടുത്ത് നിങ്ങൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ശരിക്കും വർത്ത് തന്നെയാണിത്. നിങ്ങൾ ഇവിടെ വരണം, എക്സ്പീരിയൻസ് ചെയ്യണം. എത്രമാത്രം വൈബ് ഫീലിംഗ് ആണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 120 രൂപ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ DJ അമ്യൂസ്മെൻറ്റിനകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% വെർത്ത് തന്നെയാണ്. ഫസ്റ്റ് ഗുണ കേവ്, അത് കഴിഞ്ഞ ഉടനെ സ്നോ വേൾഡ്, അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് നേരെ മിറാക്കിൾ ഗാർഡൻ. ആ ഒരു എൻട്രിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫോട്ടോ സെക്ഷൻ ഏരിയ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കൂടുതലായിട്ട്. എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.